നിങ്ങളുടെ മണി കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ടിപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മണി സർക്കുലേഷനാണ്. അതായത് മണി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് മണി കിട്ടുന്നുണ്ടായിരിക്കും. ഈ മണിയെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എന്ത് ചെയ്യുക, മറ്റൊരാൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക. അത് നമുക്ക് പണമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സാധനമായിട്ട് കൊടുക്കാം. അത് നമുക്ക് എന്താണോ പറ്റുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു ഫോമിൽ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചാൽ മാത്രം പോരാ, അത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ മണിയെ മറ്റൊരാൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് മണി കൊടുത്തിട്ട് അയ്യോ ഞാൻ ഇന്നയാൾക്ക് മണി കൊടുത്തു, അത് കൊടുക്കേണ്ടായിരുന്നു, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ പണത്തിന് മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് തന്നെ നമ്മൾ അഫർമേഷൻ പറയുക. ഈ പണം 10 മടങ്ങുകളായിട്ട് എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നും പറയുക. കാരണം എന്താണ്, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു കൈ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വഴികളിൽ കൂടെ നമുക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. കാരണം അത് സന്തോഷത്തോടു കൂടി കൊടുത്താൽ മാത്രം, ആ പണത്തിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു ബ്ലെസ്സിങ് ചെയ്ത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് ഈ പറയുന്നത് പോലെ നമുക്ക് ഈസി ആയിട്ട് മണി എന്ത് ചെയ്യാൻ പറ്റുന്നത്, വീണ്ടും വീണ്ടും കൂടുതലായിട്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, മണി സർക്കുലേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാർട്ടാക്കി മാറ്റുക. മണി സർക്കുലേഷൻ നമുക്ക് 1 രൂപയാണ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് വളരെ സന്തോഷത്തോടു കൂടിയോ 1 രൂപയോ 2 രൂപയോ 5 രൂപയോ 10 രൂപ നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി മറ്റൊരാൾക്ക് എത്തിക്കുക. അതിനുശേഷം നമ്മൾ പറയേണ്ട കാര്യം എന്താണ്, നമ്മൾ സന്തോഷത്തോട് കൊടുക്കുകയും ഇത് എന്നിലേക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു വരികയും എന്നിലേക്ക് തന്നെ വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യാൻ നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്